നിപ വൈറസ് സ്ഥിരീകരിച്ച മലപ്പുറത്ത് ഇന്ന് കേന്ദ്ര സംഘം എത്തുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റിൽ അവലോകന യോഗവും ആരംഭിച്ചു. 330 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരിൽ 101 പേർ ഹൈ റിസ്കിലുള്ളവരാണ്. നിപ സ്ഥിരീകരിച്ച മരിച്ച കുട്ടിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. റൂട്ട് മാപ്പിൽ പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ ഈ സമയങ്ങളിൽ ഉണ്ടായിരുന്നവർ ആരോഗ്യവകുപ്പിൻ്റെ നിപ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണം എന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഉന്നതതല യോഗം ആരംഭിച്ചിരിക്കുന്നു. നിപ രോഗവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇത് കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികളും മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങളുമായിരിക്കുമല്ലോ ഇന്നത്തെ അവലോകന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. അതുകൂടാതെ കേന്ദ്ര സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പ്രധാനമായി പറയേണ്ടത് അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. 9 മണിയോടെയാണ് ഇന്ന് അവലോകന യോഗം മലപ്പുറം ജില്ലാ കളക്ടറുടെ ഓഫീസിനടുത്ത് ചേർന്നത്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം നിമിഷങ്ങൾ മാത്രമാണ്. അതിനു മുമ്പ് തന്നെ കൃത്യമായി ഈ കാര്യങ്ങൾ, അതായത് ഇനി അറിയേണ്ടത് കേന്ദ്ര സംഘം എപ്പോൾ മലപ്പുറത്തേക്ക് വരും. ഇന്നലെയോടുകൂടി കേന്ദ്ര സംഘം കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. എപ്പോൾ ഇനി ഈ കുട്ടിയുടെ വീട്ടിലേക്ക്, അതായത് ഈ സംഭവ സ്ഥലത്തേക്കൊക്കെ വരും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ പുതിയ റൂട്ട് മാപ്പ് ഇന്ന് ക്രമീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ സമ്പർക്ക പട്ടികയിൽ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് ഈ ബ്രീഫിങ്ങിലൂടെ സാധിക്കും, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്തായാലും അതീവ ജാഗ്രത നിർദ്ദേശം ഈ 2 പഞ്ചായത്ത്, അതായത് പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ സ്ഥലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു യോഗങ്ങൾ ചേരുന്നു, കൃത്യമായി അവലോകനം നടത്തുന്നു. എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം കൊണ്ടുവരുന്നത്. അങ്ങനെ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്തായാലും ഈ രോഗം എവിടുന്ന് പിടിപെട്ടു, രോഗത്തിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരു അമ്പാലങ്ങിയുടെ കാര്യം മാത്രമാണ് ഒരു സംശയം എന്ന നിലയിൽ നിൽക്കുന്നത്. എന്തായാലും അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുള്ളത്. വിനോദം, തീർച്ചയായും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവിടെ ഉന്നതതല യോഗം ചേരുകയാണ്. നിപ ബാധിച്ച് ഒരാൾ മരിക്കുന്ന സാഹചര്യം, മലപ്പുറം ജില്ലയിലെ ഒരു 14 വയസ്സുള്ള ഒരാൾ മരിക്കുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് ഉന്നതതല യോഗം മലപ്പുറത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര സംഘം ഈ വിഷയം ഗൗരവമായി കണ്ട് കേന്ദ്രത്തിൽ നിന്നെത്തിയ സംഘവും കോഴിക്കോട്ട് ഇന്നലെ വൈകിട്ടാണ് ഈ സംഘം എത്തിയത്. അവരും മലപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് നിപ വ്യാപനം കർശനമായി നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ.